Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ EST 100 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ തേർഡ് മോഡ്യൂളിലെ 10th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറി പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ബേസിക് ഇക്വേഷൻസും പിന്നെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്ന പോർഷനും അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ബേസിക് ഷേപ്പിൻ്റെ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്തത്. അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ, സർക്കിൾ, സെമി സർക്കിൾ, ട്രയാങ്കിൾ ഇതിൻ്റെയൊക്കെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബേസിക് ഇക്വേഷൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒന്നെങ്കിൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡ് ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിലാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ബേസ് ബിയും ഡെപ്ത്ത് ഡിയും ആണ്. ഇനി നമ്മൾ ആക്സിസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത് സെൻട്രോയിഡ് ആക്സിസ് ആണ്. സെൻട്രോയിഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന എക്സ് ആക്സിസും വൈ ആക്സിസിനെയും വിത്ത് റെസ്പെക്റ്റും ആണ് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ്, അതാണ് IXX. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ BD³/12. അപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്റ്റ് ടു നമ്മൾ എടുക്കുമ്പോൾ BD³/12ഉം വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആക്സിസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ ആക്സിസ് IYY ഈസ് ഈക്വൽ ടു DB³/12. അതാണ് ഇക്വേഷൻ വരുന്നത്. അടുത്ത ഷേപ്പായിട്ട് നമ്മൾ ട്രയാങ്കിളാണ് എടുക്കുന്നത്. ട്രയാങ്കിൾ ഇതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ബേസ് ക്യാപിറ്റൽ B, ഹൈറ്റ് H ആണ്. ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി Gയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിളിൽ 3 ഇക്വേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ട്രയാങ്കുലർ ലാമിന എബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് പാരലൽ ടു ദ ബേസ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ബേസ് ബിയും H ഹൈറ്റും ആണ്. ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് G കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ് നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തതെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ I ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ IXX ഇസ് ഈക്വൽ ടു BH³/36 ആണ് ഇക്വേഷൻ. സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആണ് എങ്കിൽ IXX ഇസ് ഈക്വൽ ടു BH³/36. ക്ലിയർ ആണല്ലോ. ഇതേപോലെ തന്നെ IYY ആണ് എടുക്കുന്നത്. ഇത് നേരെ തിരിച്ചെഴുതിയാൽ മതി. HB³/36 എന്നായിരിക്കും ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് പറയുന്നുള്ളൂ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു ബേസ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ബേസിന് പാരലായിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത് എങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് IXX ഇസ് ഈക്വൽ ടു BH³/36 എന്നും IYY ഇസ് ഈക്വൽ ടു നമുക്ക് HB³/36 എന്നും എഴുതാം. ഇനി അടുത്തത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ട്രയാങ്കുലർ ലാമിന അബൌട്ട് ബേസിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസ് ആയിട്ട് നമ്മൾ ബേസ് ആണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ IXX ഇസ് ഈക്വൽ ടു BH³ അതുപോലെ തന്നെയാണ് /36 വരും BH³/12 ആയിരിക്കും വരുന്നത്. അപ്പോൾ ബേസിൽ നിന്നാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ BH³/12 ആണ്. Third condition, moment of inertia of triangular lamina about an axis passing through the vertex parallel to the base. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ആക്സിസ് ഇവിടെ ആണെങ്കിൽ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് പോയിന്റ് ഇതാണ്. വെർട്ടെക്സ് ഈക്വൽ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് എടുത്തു. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. അത് നമ്മുടെ ബേസിന് പാരലലുമാണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് XX ഇസ് ഈക്വൽ ടു BH³ അതുപോലെ തന്നെയാണ് /4 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൽ തന്നെ 3 ഇക്വേഷൻ ഉണ്ട്. സെൻട്രോയിഡൽ ആക്സിസ് ആണെങ്കിൽ BH³/36, ബേസിൽ നിന്നാണ് നമ്മൾ റെഫറൻസ് എടുക്കുന്നതെങ്കിൽ BH³/12, വെർട്ടെക്സ് ആണ് റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ BH³/4. ഇതായിരിക്കും നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്നത്. അടുത്തത് സർക്കിളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ G മാർക്ക് ചെയ്തിട്ടുണ്ട്, സെൻട്രോയിഡ്. അപ്പോൾ സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന എക്സ് ആക്സും വൈ ആക്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ IXXും IYYയും സെയിം തന്നെ ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻ πd⁴/64 ആണ്. വേർ D ഈസ് ദ ഡയമീറ്റർ. സർക്കിളിൻ്റെ ഡയമീറ്ററിനെയാണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈയും πd⁴/64 തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത് സെമി സർക്കിളാണ്. സെമി സർക്കിൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെമി സർക്കിളിൻ്റെ ഷേപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സെമി സർക്കിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്.
ഇതേ സെമി സർക്കിൾ തന്നെ നമുക്ക് വേറെ രീതിയിലും വരയ്ക്കാം അല്ലേ, ഇങ്ങനെയും വരയ്ക്കാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കുക. ഞാൻ എടുത്തേക്കുന്ന സെമി സർക്കിൾ ഇതാ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ആക്സിസ് ബേസിലൂടെയാണ് എടുത്തേക്കുന്നത്. സെമി സർക്കിളിൻ്റെ ബേസിലാണ് ഞാൻ ആക്സിസ് കൺസിഡർ ചെയ്തേക്കുന്നതെങ്കിൽ സെമി സർക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ IXX വിത്ത് റെസ്പെക്ട് ടു ബേസ് ഇസ് ഈക്വൽ ടു B d⁻⁴/124. ഇതെങ്ങനെ കിട്ടി? ഒരു ഫുൾ സർക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ πd⁻⁴/64 ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ബേസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് πd⁻⁴/128 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മൾ സെൻട്രോയിഡൽ ആക്സിസിൻ്റെ വിത്ത് റെസ്പെക്ട് ടു അടുത്ത്, അതായത് ഈ ജി കൂടെയാണ് നമ്മുടെ സെൻട്രോയിഡ് പാസ് ചെയ്യുന്നതെങ്കിൽ, സെൻട്രോയിഡ് ജി കൂടെ പാസ് ചെയ്യുന്നുണ്ട്, സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെയാണ് നമ്മൾ റെഫറൻസ് ആക്സിസ് എടുത്തേക്കുന്നതെങ്കിൽ IXX അബൌട്ട് സെൻട്രോയിഡ്, ഒരു സെമി സർക്കിളിൻ്റെ IXX അബൌട്ട് സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.11 r⁴ ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന Y ആക്സിസ് സെൻട്രോയിഡിൽ കൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് Y, IYY സെൻട്രോയിഡൽ ആക്സിസ് ഇസ് ഈക്വൽ ടു πd⁻⁴/128. അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ സെമി സർക്കിൾ വരുമ്പോൾ 3 ഇക്വേഷൻ വരുന്നുണ്ട്. IXX നമുക്ക് ബേസിലെടുക്കാം. അപ്പോൾ πd⁻⁴/128 ആണ്. സെൻട്രോയിഡിലാണ് എക്സ് പാസ് ചെയ്യുന്നതെങ്കിൽ 0.11 r⁴ ആണ്. വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് എടുക്കുമ്പോൾ സെൻട്രോയിഡിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ πd⁻⁴/128. ഇനി അടുത്തൊരു ക്വാർട്ടർ സർക്കിൾ. ഇതാണ് നമ്മുടെ ക്വാർട്ടർ സർക്കിൾ. ക്വാർട്ടർ സർക്കിളിൻ്റെ സെൻട്രോയിഡിലൂടെയാണ് X ആക്സിസും Y ആക്സിസും പാസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ സെൻട്രോയിഡിൻ്റെ പോയിന്റിൽ കൂടെയുള്ള റെഫറൻസ് ആക്സിസ് ആണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൺസിഡർ ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ IXXും IYYൻ്റെ ഇക്വേഷൻ πd⁻⁴/256 ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഒരു ഫുൾ സർക്കിളിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ πd⁻⁴/64ഉം സെമി സർക്കിൾ ആകുമ്പോൾ πd⁻⁴/64ൻ്റെ ഡബിൾ 128 ആണ്. ക്വാർട്ടർ സർക്കിൾ ആകുമ്പോൾ അതിൻ്റെയും പകുതി πd⁻⁴/256 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ റെഫറൻസ് ആക്സിസ് ആയിട്ട് ബേസ് ആണ് എടുക്കുന്നതെങ്കിൽ X ആക്സിസും Y ആക്സിസും നമ്മൾ ബേസിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ IXXൻ്റെയും IYYൻ്റെയും ഇക്വേഷൻ ബേസിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് X, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ Y ഈസ് ഈക്വൽ ടു 0.055 r⁴. 0.55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഷേപ്പുകളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്, കോമ്പോസിറ്റ് ഏരിയയുടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ അൺഈക്വൽ ആംഗിൾ അയേൺ സെക്ഷൻ 250 mm by 20 mm about its centroidal axis. അപ്പോൾ ആംഗിൾ സെക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ് ആംഗിൾ സെക്ഷൻ, ഈ രീതിയിൽ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഗർ, ആംഗിൾ സെക്ഷൻ്റെ ഫിഗർ തന്നിരിക്കുന്നത് ഇതാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ലെങ്ത്ത് 125 ആണ്, ഈ ഒരു ലെങ്ത്ത് 20 mm ആണ്. ഇനി അടുത്തത് ഈ ഒരു ലെങ്ത്ത് 20 mm ആണ്. ഇനി ഈ ഒരു ലെങ്ത്ത് ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള ഈ ഒരു ലെങ്ത്ത് 250 mm ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിനെ രണ്ട് ഫിഗറായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് എൽ ഷേപ്പിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയത്തില്ല, പക്ഷേ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇത് ഫസ്റ്റ് റെക്റ്റാങ്കിൾ, ഇത് സെക്കൻഡ് റെക്റ്റാങ്കിളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഗർ എങ്ങനെ വരും നോക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ ഇതിനെ ഞാൻ ഫസ്റ്റ് ഫിഗറായിട്ട് എടുത്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റെക്റ്റാങ്കിൾ. ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തിന് B1 എന്ന് കൊടുത്തു. അപ്പോൾ B1 125 ആണ്. ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഡെപ്തിന് D1 എന്ന് കൊടുത്തു. D1 എന്ന് വെച്ച് 20 mm ആണ്. ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് G1 എന്ന് മാർക്ക് ചെയ്തും വെച്ചു. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് റെക്റ്റാങ്കിൾ. ഇതാണ് നമ്മുടെ സെക്കൻഡ് റെക്റ്റാങ്കിളായിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ഓവറോൾ ഡെപ്ത് ഇതാണ്. അപ്പോൾ അതിനെ ഞാൻ D2 എന്ന് കൊടുത്തു. അത് 230 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് തന്നേക്കുന്ന ടോട്ടൽ ഡെപ്ത് 250 എന്നാണ്. 250 എന്ന് ഈ ഡെപ്ത് 20 ആണ്. അപ്പോൾ ഇത് 20 മൈനസ് ചെയ്താൽ ബാക്കി വരുന്നതാണ് 230 ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് B2 20 mm. ഓക്കെ, ഇനി ഈ കംപ്ലീറ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് ഇതാണെന്ന് ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചു. എനിക്കറിയത്തില്ല അതെവിടെയാണെന്ന്, ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് കാൽക്കുലേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻട്രോയിഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് ആക്സിസ് ഇവിടെയും വൈ ആക്സിസ് ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യും. ഇതാണ് 0 പോയിൻറ്റ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഏരിയ കൺസിഡർ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഏരിയ. അപ്പോൾ ഫസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ A1 = B1 × D1. അതിൽ B1 എന്ന് വെച്ചാൽ 125, D1 എന്ന് പറയുമ്പോൾ 20. അപ്പോൾ B × D 125 × 20 2500 mm². ഇനി അടുത്ത A2 എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് ഫിഗറിൻ്റെ ഏരിയ ആണ്. സെക്കൻഡ് ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ B2 × D2 ആണ്. B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 mm, D2 എന്ന് പറഞ്ഞാൽ 230. 20 × 230 സോൾവ് ചെയ്യുമ്പോൾ 4600 mm². ഇനി അടുത്ത X1 X2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Y റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്ന Y ആക്സിസ് ഇവിടെയാണ്. Y ആക്സിസിൽ നിന്ന് ഫസ്റ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് ഈ G1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് X1. അതുപോലെ റെഫറൻസ് X ആക്സിസിൽ നിന്ന് G2 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് X2. ഓക്കെ, അപ്പോൾ അത് വളരെ സിമ്പിളാണ്. X1 = ടോട്ടൽ വിഡ്ത്ത് B ആണെങ്കിൽ അല്ലെങ്കിൽ B1 ആണെങ്കിൽ എന്തായിരിക്കും? B1/2 ആയിരിക്കും. അപ്പോൾ B1/2 എന്ന് പറയുമ്പോൾ 125/2 ആണ്. ദാറ്റ് ഈസ് 65.5 mm. ഇനി അടുത്തത് ഇതാണ് രണ്ടാമത്തെ ഫിഗർ. ഇപ്പോൾ ടോട്ടൽ ബ്രെഡ്ത്ത് B2 ആണ്. അപ്പോൾ X2 = B2/2. അപ്പോൾ X2 = B2/2, ദാറ്റ് ഈസ് 20/2 = 10 mm. ഇനി അടുത്ത Y1 ഉം Y2. അപ്പോൾ നമ്മുടെ റെഫറൻസ് X ആക്സിസ് ഇവിടെയാണ്. Y1 എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് X ആക്സിസ് മുതൽ G1 വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് Y1. ഇനി റെഫറൻസ് ആക്സിസ് മുതൽ G2 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Y2. ഓക്കെ, അപ്പോൾ റെഫറൻസ് ആക്സിസിൻ്റെ ടോട്ടൽ ഈ ഡെപ്ത് D1 ആണ്. അപ്പോൾ Y1 എന്തായിരിക്കും? D1/2 ആയിരിക്കും. അപ്പോൾ Y1 = D1/2, ദാറ്റ് ഈസ് 20/2 = 10 mm. ഇനി Y2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടം വരെയുള്ള ഈ ലെങ്ത് ആണ് Y2. അതിനകത്ത് ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാം, 20 mm ആണ്. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ ഡെപ്ത് D2 ആണെങ്കിൽ D2/2 ആയിരിക്കും. അപ്പോൾ Y2 = 20 + D2/2. D2 എന്ന് പറയുമ്പോൾ 230 ആണ്. ഇപ്പോൾ 20 + 230/2 = 135 mm. ഓക്കെ, അപ്പോൾ A1 A2 X1 X2 Y1 Y2 കണ്ടുപിടിച്ചാൽ X ബാറും Y ബാറും കണ്ടുപിടിക്കാം. അപ്പോൾ X ബാറിൻ്റെ ഇക്വേഷൻ A1 X1 + A2 X2 / A1 + A2. ഇതെന്തുകൊണ്ടാണ് പ്ലസ് വന്നത്? ഇവിടെ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. ഈ റെക്റ്റാങ്കിളിൻ്റെ കൂടെ ഈ റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്താലേ ഈ കംപ്ലീറ്റ് ഫിഗർ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ഇട്ട് എഴുതുന്നത്. അപ്പോൾ X ബാർ = ഇക്വേഷൻ എഴുതി. ഇനി A1 2500, X1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 62.5 പ്ലസ് A2 എന്ന് വെച്ചാൽ 4600, X2 എന്ന് വെച്ചാൽ 10 mm ഡിവൈഡഡ് ബൈ A1 + A2 സോൾവ് ചെയ്യുമ്പോൾ 28.49 mm എന്ന് കിട്ടും X ബാർ. ഇനി അടുത്ത Y ബാർ ഇതേപോലെ തന്നെ A1 Y1 + A2 Y2 ഡിവൈഡ് ബൈ A1 + A2. A1 എന്ന് വെച്ചാൽ 2500, Y1 10 ആണ്, പ്ലസ് A2 4600 ഇൻറ്റു Y2 എന്ന് പറയുമ്പോൾ 135 ആണ് ഡിവൈഡ് ബൈ A1 + A2 സോൾവ് ചെയ്യുമ്പോൾ 91 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് X ബാറും Y ബാറും കിട്ടി. അതെങ്ങനെ മാർക്ക് ചെയ്യാം? ഇത് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. ഇതാണ് G. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന അനുസരിച്ചിട്ട് എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് X ബാർ ആയിട്ട് കിട്ടിയത്, ഈ ഡിസ്റ്റൻസ് ആണ് Y ബാർ ആയിട്ട് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിലേക്ക് പോകാം. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് X ആക്സിസിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്കറിയാം IG = IGX. IGX = IGXX + A1H1² അല്ലെങ്കിൽ AH² എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ബേസിക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ IGX X ഡയറക്ഷനിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ = IG1X + A1H1². ഇത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെയും കൂടി ആഡ് ചെയ്യണം. പ്ലസ് IGX2 + A2H2². ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് Xൽ കാണാനുള്ള മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. IGXX = IG1XX + A1H1² + IG2XX + A2H2². അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് IGXX. അപ്പോൾ IGXX എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫിഗർ എന്ന് വെച്ചാൽ ഏതാണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ. ഇത് റെക്റ്റാങ്കിളാണ്. അതിൻ്റെ ബ്രെഡ്ത്ത് B1, ഡെപ്ത്ത് D1. അപ്പോൾ ഇതിൻ്റെ XX I1 എന്ന് കൊടുക്കാൻ കാരണം ഫസ്റ്റ് ഫിഗറാണ്. അപ്പോൾ IG1XXൻ്റെ ഇക്വേഷൻ നമുക്കറിയാം BD³ ആണ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ X ഡയറക്ഷനിലുള്ള സെൻട്രോയിഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ BD³/12 ആണ്. അപ്പോൾ ഇവിടെ B1 D1 ആണ്. അപ്പോൾ B1 D1³/12 ആണ് വരുന്നത്. അപ്പോൾ IG1XX എന്ന് പറഞ്ഞാൽ B1 D1³/12
B1 എന്ന് വെച്ചാൽ 125, D1 എന്ന് പറഞ്ഞാൽ 20, ക്യൂബ് ഡിവൈഡ് ബൈ 12 സോൾവ് ചെയ്യുമ്പോൾ 83333.33 യൂണിറ്റ് mm⁻⁴. ഓക്കെ, ഇനി അടുത്തത് IG2XX, രണ്ടാമത്തെ ഫിഗർ. ഇതാണ് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ. അതിൻ്റെ B2 എന്ന് പറഞ്ഞാൽ 20, D2 എന്ന് പറഞ്ഞാൽ 230. അപ്പോൾ ഇവിടെ IXXൻ്റെ ഇക്വേഷൻ B/d³ തന്നെയാണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ എക്സ് ആക്സിസ് ആണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൻ്റെയൊക്കെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ IG2XX B2d²/12 എടുക്കുന്നത്. അപ്പോൾ B2 20, D2 230, ക്യൂബ് ഡിവൈഡ് ബൈ 12 സോൾവ് ചെയ്യുമ്പോൾ 2027833.3 mm⁻⁴. ഇനി അടുത്തത് ഈ ഇക്വേഷനിലുള്ള H1ഉം H2ഉം അത് ഞാൻ ഈ ഫിഗറിൽ ആദ്യം മാർക്ക് ചെയ്ത് തരാം. ഈ ഇക്വേഷനിൽ A1 A2 നമുക്കറിയാം, ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ, സെക്കൻഡ് സെക്ഷൻ്റെ ഏരിയ. ഇനി H1 H2 എന്ന് പറഞ്ഞാൽ H1 എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് മുതൽ ഫസ്റ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് H1. ഓക്കെ, അപ്പോൾ H1 എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഈ ബേസിൽ നിന്ന് G വരെയുള്ള ഈ ഡിസ്റ്റൻസ് X ബാർ ആണ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് X1 ആണ്. സോറി, Y ബാറും Y1. അപ്പോൾ H1 = Y ബാർ മൈനസ് Y1. ഓക്കെ, അതെനിക്ക് ഇനി ഓർമ്മയില്ലെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടുത്തെ H1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Y ബാർ മൈനസ് Y1. H2 ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ Y ബാർ മൈനസ് Y2. ഇത് തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. Y1 മൈനസ് Y ബാർ എന്ന് എഴുതിയാലും Y2 മൈനസ് Y ബാർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കാരണം ഇതിന് കിട്ടുന്ന ആൻസറിന് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതിന് റിലവൻസ് ഇല്ല. കാരണം H1 സ്ക്വയറും H2 സ്ക്വയറും ആണ്. അപ്പോൾ H1 കിട്ടുന്ന പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ H1 കണ്ടുപിടിക്കാനായിട്ട് Y ബാർ മൈനസ് Y1ഉം. ഇനി അടുത്ത H2 എങ്ങനെയായിരിക്കും നോക്കാം. H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് G മുതൽ സെക്കൻഡ് ഫിഗറിൻ്റെ സെൻട്രോയിഡ് G2 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് H2. ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാവുന്നത് എക്സ് ആക്സിസ് മുതൽ G വരെയുള്ള ഈ ഡിസ്റ്റൻസ് Y ബാറാണ്. എക്സ് ആക്സിസ് മുതൽ G2 വരെയുള്ള ഈ ഡിസ്റ്റൻസ് Y2 ആണ്. നമുക്ക് വേണ്ടത് ഇതാണ് H2. അപ്പോൾ H2 കിട്ടാനായിട്ട് Y ബാർ മൈനസ് Y2, അല്ലെങ്കിൽ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. വലിയ ഡയമെൻഷൻ Y2 അല്ലേ, അപ്പോൾ Y2 മൈനസ് Y ബാർ. അപ്പോൾ H1 = Y ബാർ മൈനസ് Y1. Y ബാർ എന്ന് വെച്ചാൽ 91 മൈനസ് Y1 സോൾവ് ചെയ്യുമ്പോൾ 81. ഇനി H2 = Y ബാർ മൈനസ് Y2 എന്നാണ് ഞാൻ എഴുതിയത്. ശരിക്കും നമ്മൾ എഴുതേണ്ടത് Y2 മൈനസ് Y ബാറാണ്. വലുതിൽ നിന്നാണ് ചെറുത് കുറക്കേണ്ടത്. അപ്പോൾ സൈനിന് ഇമ്പോർട്ടൻസ് ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓർഡറിൽ തന്നെ പഠിക്കാം. Y ബാർ മൈനസ് Y2. അപ്പോൾ Y ബാർ എന്ന് വെച്ചാൽ 91 ആണ്, Y2 എന്ന് വെച്ചാൽ 135 ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -44 എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈനസും പ്ലസും നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യുക? ഈ വാല്യൂസൊക്കെ എടുത്തിട്ട് ഈ IG-യുടെ വാല്യൂ ഇവിടെ, IG2ൻ്റെ വാല്യൂ ഇവിടെ, H1ൻ്റെ ഈ വാല്യൂ ഇവിടെ, H2ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇക്വേഷൻ നമ്പർ IGX = എന്ത് ചെയ്യുക? IG1XX-ൻ്റെ വാല്യൂ ഇത് A1 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇൻറ്റു H1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അതിൻ്റെ സ്ക്വയർ 81 സ്ക്വയർ. ഇത് ഫസ്റ്റ് ഫിഗറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്, പ്ലസ് സെക്കൻഡ് റെക്ടാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് IG2XX നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് A2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്ലസ് H2 നമുക്ക് കിട്ടുന്നത് -44 എന്നാണ്. എങ്കിൽ കൂടെ 44 സ്ക്വയർ ആയതുകൊണ്ട് 44 എന്ന് തന്നെ ഇട്ടാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു വാല്യൂ കിട്ടും, 5669766.6 mm⁻⁴. അപ്പോൾ IG about x axis, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഗിവൺ ഫിഗർ അബൌട്ട് എക്സ് ആക്സിസ് നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് Y ആക്സിസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ IGYY = എന്താണ്? IG1YY പ്ലസ് A1H1² പ്ലസ് IG2YY പ്ലസ് A2H2². നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, A1ഉം A2ഉം ആ ഒരു ഫിഗറിൻ്റെ A1ഉം A2ഉം ആണ്. H1ഉം H2ഉം നേരത്തെ എഴുതിയ അതേ H1 H2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ചെയ്തപ്പോൾ നമ്മുടെ H1 എന്തായിരുന്നു? Y ആയിരുന്നു അല്ലേ?
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ h1ൻ്റെ ഇക്വേഷൻ y ബാർ മൈനസ് y1ഉം h2ൻ്റെ ഇക്വേഷൻ y ബാർ മൈനസ് y2 ആണ്. ഇനി നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് y ആണ് ഇക്വേഷൻ എങ്കിൽ h കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ h ബാർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ x ബാർ മൈനസ് x1ഉം h2 കണ്ടുപിടിക്കാനായിട്ട് x ബാർ മൈനസ് x2 ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ x ആണ് മൈനസ് ചെയ്യേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു x ആണെങ്കിൽ y ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് y ആക്സിസ്, ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് y ആക്സിസ് is equal to ig1 yy പ്ലസ് a1 h1 സ്ക്വയർ പ്ലസ് ig2 yy പ്ലസ് a2 h2 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കണം? ആദ്യം ig yy. അപ്പോൾ ig yy ഇത് y ആണ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ഫസ്റ്റ് ഫിഗർ. അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏതുകൊണ്ടാണ് ig1 എന്നിട്ടേക്കുന്നത്. ig1 yy എന്ന് വെച്ചാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ അബൌട്ട് y ആക്സിസ്. അപ്പോൾ നമുക്കറിയാം y ആക്സിന് വിത്ത് റെസ്പെക്ട് നമ്മുടെ ഇക്വേഷൻ dbq/12 ആണ്. ig yy ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, dbq/12 ആണ്. അപ്പോൾ dbq/12 ആണ് d1 b1q/12. ഫസ്റ്റിൻ്റെ ഫിഗർ ആണ് d1 b1q/12. അപ്പോൾ അത് തെറ്റാതെ എഴുതുക. d1 എന്ന് വെച്ചാൽ 20, b1 എന്ന് വെച്ചാൽ 125. അപ്പോൾ ഫിഗർ കറക്റ്റായിട്ട് എടുക്കുക, d1 b1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ 3255208.3 mm/4 എന്ന് കിട്ടും. സിമിലർലി ig2 yy d2 b2q/12 ആണ്. അപ്പോൾ d2 b2 എന്ന് പറയുമ്പോൾ ഇതാണ് d2, ഇതാണ് b2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ 153333 mm/4 എന്ന് കിട്ടും. ഇനി അടുത്തത് h1 h2. അപ്പോൾ h1 h2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ y ആക്സിസ് മുതൽ ഈ g വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് x ബാർ. y ആക്സിസ് മുതൽ g1 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് x1. ഓക്കെ, ഇനി ഇപ്പോഴത്തെ h1 എന്ന് പറഞ്ഞാൽ ജിയിൽ നിന്ന് g1 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് h1. ഓക്കെ, അതേപോലെ ജിയിൽ നിന്ന് g2 വരെയുള്ള ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് h2. ഓക്കെ, അപ്പോൾ h1 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ ഡിഫറൻസ് ആണ് h1 കിട്ടാൻ വേണ്ടിയിട്ട് x ബാർ മൈനസ് x1 ചെയ്യണം. അതേപോലെ ഈ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഇതാണ് h2, അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? x ബാർ മൈനസ് x2. അപ്പോൾ h1 is equal to x ബാർ മൈനസ് x1. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. x ബാർ എന്ന് വെച്ചാൽ 828.49, x1 എന്ന് വെച്ചാൽ 62.5. സോൾവ് ചെയ്യുമ്പോൾ 34.01. ഇവിടെയും മൈനസിന് പ്രസക്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ വാല്യൂ മാത്രം എഴുതിയത്. ഇനി h2 എന്ന് പറഞ്ഞാൽ x ബാർ മൈനസ് x2 ആണ്. x ബാർ ദ സെയിം വാല്യൂ, x2 എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു. സോൾവ് ചെയ്യുമ്പോൾ 18.49. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ig1 yy കണ്ടുപിടിച്ചു, പ്ലസ് a1 ഫസ്റ്റ് ഫിഗറിൻ്റെ ഏരിയ, പ്ലസ് h1 ഇപ്പോൾ കണ്ടുപിടിച്ചു, പ്ലസ് സെക്കൻഡ് ഫിഗറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ig2 yy പ്ലസ് a2 ഏരിയ ഓഫ് ദ സെക്കൻഡ് റെക്റ്റാങ്കിൾ പ്ലസ് h2 അതിൻ്റെ സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വലിയ വാല്യൂ കിട്ടും, 78.72889 mm/4. ഇങ്ങനെയാണ് നമ്മളൊരു കോമ്പോസിറ്റ് ഫിഗറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സമയമെടുത്ത് തന്നെ ചെയ്ത് നോക്കുക. ഇതിന് ഷോർട്ട് കട്ട് മെത്തേഡൊന്നും ചെയ്യാതെ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ്. ഈ രീതിയിൽ തന്നെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ലെക്ചറിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.